ഹലോ, എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ് കേട്ടോ നാട്ടിലിപ്പോൾ. ഇന്ന് രാവിലെ തുടങ്ങിയ മഴയായി, ഇതുവരെ മാറിയില്ല. ഇപ്പോൾ സന്ധ്യയായി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ടത്തെ നൊസ്റ്റാൾജിയ നമ്മൾ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കി മക്കളുടെ കയ്യിൽ കൊടുത്തു, അവരെല്ലാം അത് മുക്കിക്കളഞ്ഞു. പിന്നെ വിചാരിച്ചു ഞാൻ റെഡിയാക്കാമെന്ന്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനവിടെ സ്റ്റെപ്പിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ഞാൻ വള്ളം ഉണ്ടാക്കുകയാണ്. പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇത് സ്ഥിരം ചെയ്യുന്ന കാഴ്ചയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ അധികം ഫോണൊന്നും കൊടുക്കാറില്ല, അവർക്ക് ചിലപ്പോഴങ്ങാണേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇതൊന്നും അവർക്ക് അത്ര അറിവുള്ള കാര്യമല്ല. ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞാൻ വള്ളം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. അവരെ കൊണ്ട് തന്നെ വെള്ളത്തിൽ ഇടിയിപ്പിച്ചു. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കും. കുറേ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് വീഡിയോ കൂടെ എടുത്ത് എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ വള്ളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അവരെയും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിയ അല്ലേ, നമ്മളിങ്ങനല്ലേ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കുറേ ഒഴുക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒഴുകുന്ന വെള്ളമില്ലേ, തോടിൽ കൂടെയൊക്കെ ഒഴുകുന്ന വെള്ളം, റോഡിൻ്റെ സൈഡിൽ കൂടെ, അതിലൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, കാലിട്ട് കളിച്ചും ഒക്കെ നടന്നിട്ടുണ്ട് നമ്മളൊക്കെ. അന്നത്തെ കാലമൊന്നും ഇപ്പോൾ തിരിച്ചു വരില്ല. ഇപ്പം എന്താ പറയുക, വെള്ളം ഒഴുകുന്നതിനകത്ത് ചവിട്ടിയാൽ പിന്നെ അസുഖങ്ങൾ അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളൊക്കെയാണെന്നൊക്കെ എല്ലാവരും പറയും. എന്നാലും വേണ്ടിയില്ല, മുറ്റത്ത് കുറേ വെള്ളം ഉണ്ടായിരുന്നു. ശകലം മഴ കുറഞ്ഞപ്പോഴാണ് ഞാനെന്നാ വിചാരിച്ചു ബോട്ടുണ്ടാക്കി മക്കളെ കാണിക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നായിട്ട് കുറേ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി വരുവാണ് കേട്ടോ. അപ്പം ഞാൻ റെഡിയാക്കി, നമുക്ക് പേപ്പർ ബോട്ടൊക്കെ നമുക്ക് വെള്ളത്തിലൊഴുക്കി വിടാം. കുഞ്ഞു പിള്ളേർ കളിക്കുന്നതല്ലേ. പേപ്പർ ബോട്ടൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നു. നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് വിട്ട് നോക്കാം. നല്ല മഴയാണ് കേട്ടോ. വെള്ളം ചരിഞ്ഞു പോയി. വെള്ളം അങ്ങനെ ആക്കാതെ അതെല്ലാം പോവും. പേപ്പർ ബോട്ട് ചരിഞ്ഞു പോയി ശകലം, എന്നാലും കുഴപ്പമില്ല, തൽക്കാലം ഓടിക്കോളും. വെള്ളമില്ല, മറ്റേതൊക്കെ പോയി. എന്താ മതിയപ്പോ അമ്മോ ഇടമ്മോ ഇട്. രണ്ടുപേരും വള്ളം ഇടുക, ബോട്ടെല്ലാം മുങ്ങിപ്പോയി. വെള്ളം ഭയങ്കര മഴ നല്ലപോലെ ഉണ്ട് കേട്ടോ. ഇട് മക്കളെ, അവിടെ ഇട്. അവരോട് ഒന്ന് പഠിക്കട്ടെന്ന് വിചാരിച്ച്. ശരി, ഇപ്പം മഴ നല്ലപോലെ ഉള്ളതുകൊണ്ടല്ലോ മുങ്ങിപ്പോവാ. മഴ പെയ്തുകൊണ്ടിരിക്കും, പേപ്പറല്ലേ. മതി, ബാ, ടാറ്റാ, ബൈ.